ये दुनिया बनाने वाला है कारणों के कारण कह लेता है അത്രയ്ക്കൊന്നും വേണ്ട അല്ലേ. സോ ചലോ ഗൈസ് വിത്ത് മീ. ഡൽഹിയിലെ തന്നെ ഏറ്റവും നല്ലൊരു പോഷ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് എൻ്റെ പേജ് വരുന്നത്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നത് എംബസി ഓഫ് മെക്സിക്കോയുടെ ഓഫീസാണ്. ഈ ഒരു കോമ്പൗണ്ടിന് 4 ഗേറ്റാണ് വരുന്നത്. 2 എൻട്രി ഗേറ്റും 2 എക്സിറ്റ് ഗേറ്റ്. ഇതിനുള്ളിൽ തന്നെ ഒരു 3-4 പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വാട്ട് യു മിസ് ദ മോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആൻസേഴ്സിലൊന്നാണ് എൻ്റെ സ്കൂട്ടി. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. പിന്നെ ഒരു ഷോർട്ട് പീരീഡ് മാത്രമാണല്ലോ എന്ന് കരുതിയിട്ടാണ് പാഴ്സൽ ചെയ്യാത്തത്. കമ്പനി റിക്വയർമെൻറ്റ്സിനൊക്കെ കമ്പനിയുടെ ക്യാബ് ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഇതുപോലെ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോകുന്ന സമയത്താണ് ബുദ്ധിമുട്ടുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളൊക്കെ വളരെ നിയർ ബൈ ആയിട്ടാണ് വരുന്നത്. ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ വാക്കിംഗ് ഡിസ്റ്റൻസ് അവിടെ നിന്ന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മെജോറിറ്റിയും കോളേജ് സ്റ്റുഡൻസാണ് നമ്മുടെ പി ജിയിലുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജ് പ്ലസ് കോളേജ് ഹോസ്റ്റൽ അങ്ങനെ നിന്ന് എനിക്ക് ഇവരെ കാണുമ്പോൾ എന്നും നൊസ്റ്റാൾജിയാണ്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ അപ്ലോഡ് ചെയ്ത 1-2 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൽഹിയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് വളരെ നീറ്റും ക്ലീനും ആയിരിക്കും, എല്ലാ ടൗണുകളെയും പോലെ തന്നെ. മറ്റൊരു സൈഡ് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടി മിക്സാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. കണ്ടല്ലോ അല്ലേ. എന്തായാലും ഇലക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ എടുത്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സീൻ ഇവിടെ കാണുന്നത്. അല്ലാത്ത പക്ഷം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും നാളായിട്ട്. ഇവിടുത്തെ ട്രാഫിക് റൂൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ 2 വീലറിലേക്ക് വരുമ്പോൾ അങ്ങനെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് വളരെ റെയറായിട്ടാണ്, എന്നാലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2 പേര് വണ്ടി ഓടിക്കുമ്പോൾ വളരെ 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 റെയറായിട്ടാണ് 2 പേരും ഹെൽമെറ്റ് ഇടാറ്. പിന്നെ ഒരു ഏരിയയിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺസ്ട്രക്ഷനിലോട്ടാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. നേരത്തെ വീഡിയോയിൽ നിങ്ങൾ ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നീറ്റ്നെസ്സിൻ്റെ കാര്യം ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പല സ്ഥലങ്ങളും നിങ്ങൾക്ക് പല രീതിയിലും കാണാൻ പറ്റും കേട്ടോ. ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് ഇതിലൂടെ നടക്കാറ്, കാരണം ഇവിടുത്തെ പൊല്യൂഷനും അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മാസ്ക് വെച്ചാൽ ഈ ഒരു ഡസ്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കോൾഡും തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ട് പിന്നെ പറയണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൺസ്ട്രക്ഷനെ പറ്റിയിട്ടാണ്. ഈ ഒരു പാസേജ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയിട്ട് മുകളിൽ റൂഫൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലായിടത്തും ഈ സാമൂഹ്യ വിരുദ്ധരുണ്ടാവുമല്ലോ, അതിനെപ്പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ മെട്രോ സ്റ്റേഷനിലോട്ട് മാത്രമല്ല എയിംസിലോട്ടും അതിനടുത്തുള്ള ടൗണിലോട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ പാസേജ് യൂസ് ചെയ്യാവുന്നതാണ്. റോഡിലുള്ള തിരക്കൊന്നും എഫക്റ്റ് ചെയ്യാണ്ട് നടന്നു പോകുന്നവർക്ക് വളരെ കംഫർട്ടായിട്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലൂടെ പോകാൻ പറ്റുള്ളൂ. ഒരു നാടിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന ആളുകളും അവിടുത്തെ ഭരണകൂടത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ എല്ലാ ഇന്നോവേഷൻസും ചെയ്തു കൊടുക്കാൻ വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ് നമുക്കുള്ളതെങ്കിലും അവിടെ നിൽക്കുന്ന ആളുകൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറല്ലാത്ത, ഉള്ളതിനെല്ലാം നശിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കാര്യമില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചു എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ നിൽക്കുന്ന സ്ഥലം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഭരണകൂടമാണുണ്ടെങ്കിൽ അതിലും കാര്യമില്ലല്ലോ. ഈ 2 ആളുകളും ഒരുപോലെ പോയിട്ടുണ്ടെങ്കിൽ ആ നാട് അടിപൊളിയാവുള്ളൂ. അങ്ങനെ എല്ലാ നാടുകളും അടിപൊളിയാവട്ടെ. അങ്ങനെ ഇതാ പറഞ്ഞ് നമ്മൾ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് കുറച്ച് അടുത്തുള്ളൊരു മെയിൻ ടൗൺ ഇതാണ്. പക്ഷേ ശരിക്കും നമുക്കിവിടെ എപ്പോഴും വരേണ്ട ആവശ്യമില്ല, കാരണം താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ 1-2 സൂപ്പർ മാർക്കറ്റ്സും മാർക്കറ്റും ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട ഫ്രൂട്ട്സോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അതല്ല കുറച്ച് കൂടുതൽ ഐറ്റംസ് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൗണിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. നടന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ടയേർഡായതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ നേരത്തിയിട്ടായിരുന്നു ഈ ജ്യൂസ് കടയിലേക്ക് എത്തിയത്. കണ്ടപ്പോൾ നമ്മുടെ ദോശേനെ കോർത്ത് കുറച്ച് നേരം നോക്കിയിരുന്നെങ്കിലും ആ ഉണ്ടാക്കുന്നൊരു മെത്തേഡ് കണ്ടപ്പോൾ മേടിക്കാൻ തോന്നിയില്ല. അപ്പം നൈസായിട്ട് ഞാൻ എൻ്റെ ജ്യൂസ് മേടിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊച്ചിയിൽ താമസിക്കാൻ തുടങ്ങിയ സമയത്തായിരുന്നു ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കേണ്ട സാഹചര്യമൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചലഞ്ചിനെ അന്ന് ഫേസ് ചെയ്തതുകൊണ്ട് ഇപ്പം എനിക്കത് യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെന്ന ദൗത്യം വിജയകരമായി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവുകയാണ്. സെയിം പാസേജിലൂടെ തന്നെയാണ് വരുന്നത്. നോക്കി എന്ത് ഭംഗി ഇവിടെ നിന്ന് കാണാനെന്ന്. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡൽഹി എയർപോർട്ടിലോട്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എപ്പോഴും പോകുന്നത് ഇതുപോലെ കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാണുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ കോമ്പൗണ്ടിലുള്ള വൺ ഓഫ് ദ പാർക്കാണ് ഇതാണ് ഇതിനകത്ത് കുറച്ചുകൂടി ഭേദപ്പെട്ടുള്ള കുറച്ചുകൂടി വൃത്തിയും സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്ക്. അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഇങ്ങോട്ടേക്കാണ് വരാറുള്ളത്. എല്ലായിടത്തും ചൂട് കൂടുന്നത് പോലെ ഡൽഹിയിൽ ഇപ്പോൾ ചൂട് കൂടിക്കൂടി വരുന്നുണ്ട്. കേരളത്തിലും മുംബൈയിലുള്ള ചൂടിന് ഇത്രയൊന്നും എത്തില്ലെങ്കിലും ഇവിടെ അത്യാവശ്യം ചൂടായി ഇപ്പോൾ വരുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിലോട്ട് എന്താവും എന്തോ. അങ്ങനെ ചൂടിൽ നിന്നും ഒന്നുകൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ലസ്സിയൊക്കെ കുടിച്ച് അവിടെയുള്ള അന്നാനും നോക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഡൽഹി വീഥികളിലൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്ത് ഈ വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും താങ്ക് യു. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.